തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി ഷാർ ആമ്പലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കെ രാമചന്ദ്രന്റെ വിജയത്തിനായി LDF മറ്റത്തൂർ പഞ്ചായത്തിൽ നടത്തിയ പൊതുയോഗം പ്രചരണച്ചൂടിന്റെ ആവേശം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതായിരുന്നു. മുതിർന്ന CPM നേതാവ് വൃന്ദ കാരാട്ടിന്റെ സാന്നിധ്യം LDF പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. മറ്റത്തൂരിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചെങ്കൊടിയും ചുവപ്പ് ബലൂണുകളും കൈകളിലേന്തി ചെങ്കടലായി ഒഴുകി നീങ്ങിയ LDF പ്രവർത്തകർ കെ രാമചന്ദ്രൻ വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം വിളികളോടെ കോടാലി ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന LDF മറ്റത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി വൻ ശക്തിപ്രകടനമായി മാറി. വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് കോടാലി ആൽത്ര ജംഗ്ഷനിലെ പൊതുസമ്മേളന വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രൻ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ സദസ്സിനോട് വിശദീകരിച്ചു. പിന്നീട് മുതിർന്ന CPM നേതാവ് വൃന്ദ കാരാട്ട് എത്തിച്ചേർന്നപ്പോൾ സദസ്സ് അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. മലയാളത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വൃന്ദ കാരാട്ട് തന്റെ പ്രസംഗം ആരംഭിച്ചത്. നമസ്കാരം, അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ രാമചന്ദ്രൻ, to ensure his victory, that is my appeal to you. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് ശിവൻ, മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ രാമചന്ദ്രന്റെ വിജയം ഉറപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. Your panchayat Mattattur is a very famous panchayat. നിങ്ങളുടെ പഞ്ചായത്തായി മറ്റത്തൂർ ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. There are 2 Mattattur models. ഇവിടെ 2 മറ്റത്തൂർ മാതൃകകളുണ്ട്. One is the LDF model, which is led by our dear comrade K Ramachandran. ഒന്ന് ഇടതുപക്ഷത്തിന്റെ മറ്റത്തൂർ മാതൃക, സഖാവ് കെ രാമചന്ദ്രൻ നേതൃത്വം നൽകുന്ന മറ്റത്തൂർ മാതൃക. In the LDF model for Mattattur and for this whole constituency, we see the building of homes for the homeless. We see the building of roads for the people's benefit. We see the building of a hospital for the people. We see the building of government schools and classrooms for the people of this constituency. That is the LDF model for this constituency. ഇടതുപക്ഷത്തിന്റെ മറ്റത്തൂർ മാതൃക എന്ന് പറയുന്നത് റോഡുകൾ നിർമ്മിക്കുന്നതാണ്, വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിക്കുന്നതാണ്, ആരോഗ്യരംഗത്ത് പുതിയ ആശുപത്രികൾ നിർമ്മിക്കുന്നതാണ്, സ്കൂളുകൾ, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാതൃകയാണ് LDFന്റെ മറ്റത്തൂർ മാതൃക. It is a commitment to the LDF program for the Nava Kerala based on the welfare of the people of Kerala, the workers, the kisans, the women, the youth, the students, the working people of Kerala. ഇത് നവകേരളത്തിനുള്ള ഇടതുപക്ഷ പരിപാടിയുടെ ഭാഗമാണ്. ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക്, കൃഷിക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നവകേരളം നിർമ്മിക്കുന്നതിന്റെ മാതൃകയാണ്. അതിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്, നവകേരള ബാധ്യതയാണ് ഈ ഇടതുപക്ഷ മറ്റത്തൂർ മാതൃക. എന്നാൽ വേറൊരു മറ്റത്തൂർ മാതൃക കൂടിയുണ്ട്. ഇന്ന് കോൺഗ്രസ്, നാളെ BJP. ഇന്ന് കോൺഗ്രസ്, നാളെ BJP. അതാണ് മറ്റൊരു മാതൃക, മറ്റത്തൂർ മാതൃക. My dear friends, why did you not invite Rahul Gandhi to come here? പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, നിങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് ക്ഷണിക്കാത്തത്? He would have learned the truth of what the Congress party is. അങ്ങനെയാണ് കോൺഗ്രസ് കേരളത്തിൽ എന്താണ് എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുക. To hide the truth of the Congress party. കോൺഗ്രസിന്റെ സത്യം മനസ്സിലാക്കാൻ.
They are making false charges against the CPM and the LDF. ഈ സത്യം മറച്ചു വെക്കാനാണ് അവർ സിപിഎമ്മിനും എൽഡിഎഫിനും എതിരായി നുണകൾ പ്രചരിപ്പിക്കുന്നത്. If you want to see the deal, Rahulji, നിങ്ങൾ യഥാർത്ഥ ഡീൽ കാണണമെങ്കിൽ രാഹുൽജി ഇങ്ങോട്ട് വരണം. come to Mattattur. മറ്റത്തൂരേക്ക് വരൂ. Meet the 8 Congress people who went to the BJP just to get a small post in the panchayat. പഞ്ചായത്തിൽ ഒരു ചെറിയ സ്ഥാനം കിട്ടാൻ വേണ്ടി ബിജെപിയിലേക്ക് പോയ 8 കോൺഗ്രസുകാരെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കാണൂ. Come to Mattattur to see how the deal is working. യഥാർത്ഥ കോൺഗ്രസ് ബിജെപി ഡീൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ രാഹുൽ ഗാന്ധി മറ്റത്തൂരിൽ വരണം. On a big stage, Rahulji stands and says, Congress is fighting the BJP RSS. കേരളത്തിൽ വന്ന വലിയ വലിയ വേദികളിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് ആണ് ബിജെപിക്ക് ആർഎസ്എസിനും എതിരായി പോരാടുന്നത് എന്നാണ്. What is this, Rahulji? ഇതെന്താണ് രാഹുൽജി? Come here to Mattattur. മറ്റത്തൂര് വന്ന് കാണൂ. Come and speak to the 8 Congress people. ഈ 8 പേരെ വന്ന് കാണൂ. Not fighting the RSS BJP. അവര് ആർഎസ്എസിനും ബിജെപിക്കും എതിരായി പോരാടുകയല്ല, but holding hands with the RSS people. മറിച്ച് ആർഎസ്എസിന്റെയും ബിജെപിയുടെയും കൂടെ കൈകോർത്ത് നടക്കുകയാണ്. What is holding hands in Malayalam? കൈകോർത്ത്, Huh? കൈകോർക്കുക. Kaikorthu. That is it. Not only here. What happened in Odisha? What happened in Bihar? 11 Congress MLAs in the last Rajya Sabha elections. 11 Congress MLAs voted for the BJP. Gave 2 extra seats to the BJP. That is the Congress party. ഇത് ഇവിടെ മാത്രമൊന്നല്ല കേട്ടോ. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലും ഒറീസയിലുമായി 11 MLAമാർ ബിജെപിക്ക് വോട്ട് ചെയ്ത് ബിജെപിക്ക് 2 രാജ്യസഭാ എംപിമാരെ നൽകി. ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തനം. So we know, and people of Kerala know, it is the LDF committed to the values of secularism. The LDF committed to the values of a model of development which is based on the interests of the people of Kerala. അതുകൊണ്ട് നമുക്കറിയാം, ജനങ്ങളുടെ താല്പര്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന, വികസനത്തിന്റെ മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന, മതേതരത്വത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന എൽഡിഎഫ് ആണ് മികച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. In these election campaigns, my dear friends, we are going with the record of the LDF government. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ റെക്കോർഡുകളുമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. But the BJP and the Congress, when they come to Kerala, they don't talk about the record of the governments they are running. എന്നാൽ കേരളത്തിൽ വരുന്ന ബിജെപിക്കാരോ കോൺഗ്രസുകാരോ അവർ ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ എന്തെങ്കിലും റെക്കോർഡുകൾ പറയാറുണ്ടോ? We challenge them. അതിന് നമ്മൾ അവരെ വെല്ലുവിളിക്കുകയാണ്. In last 10 years, what did you do in the BJP double engine government? കഴിഞ്ഞ 10 വർഷക്കാലം ബിജെപിയുടെ ഇരട്ട എഞ്ചിൻ ഗവൺമെന്റുകൾ എന്താണ് ചെയ്തത്? We challenge the Congress. What are you doing today in Karnataka, in Telangana? കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകൾ എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. We can tell what we have done in Kerala. എന്നാൽ കേരളത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. Let them come to Kerala and tell them we have done this in Karnataka, we have done that in Telangana. Then they can ask for votes. കോൺഗ്രസുകാര് ആദ്യം കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കർണാടകത്തിൽ ഇത് ചെയ്തു, അതുപോലെ തന്നെ തെലങ്കാനയിൽ ഇന്നതെല്ലാം ചെയ്തു എന്നൊക്കെ പറയട്ടെ, എന്നിട്ട് അവർ വോട്ട് ചോദിക്കട്ടെ. We say in the last 10 years, it is not Brinda speaking or Pradeep or Joseph speaking. These are the figures given by the Niti Aayog of India. ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ആരെങ്കിലും പറയുന്നതല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗ് പറയുന്ന കണക്കുകളാണ്. What do they say? അതെന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ. In the field of education in the whole of India, Kerala is number 1.
ഇന്ത്യയിൽ ആകെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒന്നാമതാണ്. In other states where Congress is there, BJP is there, government schools are closing down. മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും കൊള്ളാം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും കൊള്ളാം, ഗവൺമെന്റ് സ്കൂളുകളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. Last week the figure came in Telangana, Congress ruled Telangana, 2,000 schools of the government have been shut down. കഴിഞ്ഞ ആഴ്ച വന്ന കണക്ക് പ്രകാരം കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ 2000 സർക്കാർ സ്കൂളുകൾ പൂട്ടി. What happened to those children? ആ കുട്ടികൾ എങ്ങോട്ട് പോയി കാണും? What happened to their parents? അവരുടെ രക്ഷകർത്താക്കൾക്ക് They have to spend more money for education. അവര് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കേണ്ട ആവശ്യമായിരിക്കും. But here in Kerala, 50,000 classrooms of government schools have been updated to the best smart classrooms, and that is why Kerala is number one. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ 50,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് മുറികളായി മാറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയത്. What about the health sector? ആരോഗ്യ രംഗത്തെ പറ്റിയാണെങ്കിലോ? My dear friends, the NITI Aayog says in the whole of India, in the health sector, providing public health free of cost to the people, Kerala is number one. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി പൊതു ആരോഗ്യം വളരെ സൗജന്യമായി നൽകിക്കൊണ്ട് കേരളം മാതൃകയായി മാറിയിരിക്കുകയാണ്, ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. Except some big hospitals like AIIMS, in no other state such super speciality services are provided in government hospitals like Kerala. എയിംസ് പോലെയുള്ള വലിയ ഹോസ്പിറ്റലുകളാണ് സർക്കാർ മേഖലയിൽ പടുത്തുയർത്തിയിരിക്കുന്നത്. കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ വേറെ എവിടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നതേയില്ല. My dear friends, look at the minimum wages. Here in Kerala, the minimum wage is the highest in India. The International Labour Organization has given a record saying workers' protection, workers' rights, workers' advance is best in Kerala. Kerala is number one. മിനിമം കൂലിയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച മിനിമം കൂലിയുള്ളത് കേരളത്തിലാണ്. അന്താരാഷ്ട്ര ലേബർ ഓർഗനൈസേഷൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് തൊഴിലാളികളുടെ അന്തസ്സും തൊഴിലാളികളുടെ അവകാശവും പാലിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് ഇന്ത്യയിൽ കേരളമാണ്. അങ്ങനെ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. We know the government of India under Modi has strangulated Kerala financially. കേരളത്തെ ധനപരമായി ശ്വാസം മുട്ടിക്കാനാണ് BJP സർക്കാരും മോദിയും ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്ത് വളരെ ഫേമസ് ആണല്ലോ എന്ന വൃന്ദ കാരാട്ടിന്റെ ചോദ്യം സദസ്സിൽ ചിരി പടർത്തി. 2 തരം മറ്റത്തൂർ മോഡലുകൾ ഉണ്ടെന്നും ഒന്ന് KK രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലൂടെ മുഖച്ഛായ മാറിയ മറ്റത്തൂരും മറ്റൊന്ന് കോൺഗ്രസും BJPയും കൂട്ടിച്ചേർന്ന മറ്റത്തൂർ മോഡലുമാണെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു. കേരളം രാജ്യത്തിന് മാതൃകയായ ഓരോ മേഖലകളും അവർ എണ്ണിപ്പറഞ്ഞു. ഇംഗ്ലീഷിനൊപ്പം മലയാളവും കലർത്തിയായിരുന്നു പ്രസംഗം തുടർന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും രാജ്യത്ത് 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന കേരളം തനിക്ക് അഭിമാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ 1-ാം സ്ഥാനത്തെത്തിക്കുന്ന കണക്കുകൾ നമ്മൾ പറയുന്നതല്ലെന്നും അത് നീതി ആയോഗിന്റെ കണക്കുകളാണെന്നും വൃന്ദ കാരാട്ട് കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും അവർ വിമർശിച്ചു. നുണകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും ചക്കിക്കൊത്ത ചങ്കരനാണെന്ന് മലയാളത്തിൽ വിമർശിച്ചത് സദസ്സിന് ആവേശമായി. വ്യാസ കോളേജിലെ പ്രൊഫസർ പ്രദീപ് മാസ്റ്റർ പരിഭാഷകനായി. മറ്റത്തൂർ പഞ്ചായത്ത് LDF കൺവീനർ PK കൃഷ്ണൻകുട്ടി, CPM നേതാക്കളായ UP ജോസഫ്, MR രഞ്ജിത്ത്, LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, CC ബിജു, VS പ്രിൻസ്, CU പ്രിയൻ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. KK രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള റാലിയും പൊതുസമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന വിവിധങ്ങളായ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വികസന കാഴ്ച പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നതിന് വിവിധങ്ങളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധങ്ങളായ നേതാക്കന്മാർ വേദിയിലുണ്ട്. അവർ വരുന്ന ഒരു മുറയ്ക്ക് കൃത്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും നാട്ടുകാരുമൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടന പരിപാടി എന്ന നിലയിൽ ഒന്നാം ഘട്ട പര്യടന പരിപാടി മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും സന്ദർശിച്ച് ഒന്നാം ഘട്ടം ഇന്നലെ പൂർത്തീകരിച്ചു. 3 ദിവസങ്ങൾ എടുത്തു. ഇന്ന് മുതൽ രണ്ടാം ഘട്ടം 3 ദിവസം പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും എത്തിച്ചേരുന്ന രീതിയിലുള്ള രണ്ടാം ഘട്ട പര്യടന പരിപാടി ഇന്ന് ആരംഭിച്ചു. ഇടയ്ക്ക് വെച്ച് നന്ദിക്കര വെച്ച് ആ പര്യടന പരിപാടി 1 മണിക്കൂർ നിർത്തിവെച്ചിരിക്കുകയാണ്. സഖാവ് വൃന്ദാകരാട്ട് പങ്കെടുക്കുന്ന ഈ വലിയ റാലിയും പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ച് 2 വാക്ക് സംസാരിച്ചു പോകുക എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വേദിയിൽ സന്നിഹിതരായ ജോസഫ് അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, മറ്റു പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായി നമുക്കെല്ലാവർക്കും നന്നായി മനസ്സിലാകുന്ന തരത്തിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒരു പൊതു രാഷ്ട്രീയവും എന്തുകൊണ്ട് കേരളം ഇന്ത്യയിലെ BJPയോ കോൺഗ്രസോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു, എന്തുകൊണ്ട് ഈ കേരളം നാട്ടിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാനൊരു അധിക വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ.